നാരായണ 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 നാരായണ. ഓം. ശ്രീമദ് ഭഗവത്ഗീത ഗീതാപാഠം ഹരിഗീതം 18ാമത്തെ അധ്യായം മോക്ഷസന്യാസയോഗം. ഭഗവത്ഗീതയിലെ ഒടുക്കത്തെ അധ്യായമാണ്. അർജുനൻ പറഞ്ഞു: ഓം ഇന്ദ്രിയനാഥൻ മഹാബാഹുകേശവ, സന്യാസധർമ്മവും ത്യാഗവും ചൊല്ലണേ. മോക്ഷതത്വം അറിയണം സദ്ഭോഗവും, കാമദൻ മുക്തിദൻ അങ്ങോതി കേൾക്കണം. ശ്രീ ഭഗവാനുവാച: സന്യാസമെന്നാൽ ഫലേച്ഛാപ്രവൃത്തികൾ തീർത്തും ഉപേക്ഷിക്കൽ തന്നെയാണർജുന. കർമ്മം ഫലം ഇവ രണ്ടും ത്യജിക്കണം. വേദശാസ്ത്രാർത്ഥങ്ങൾ നന്നായറിയണം. ബദ്ധനാക്കും കർമ്മവാസനയൊക്കെയും ദോഷമാണ് നമ്മെ കെട്ടിയിടും ഇഹ. ജ്ഞാനികൾ ചൊല്ലുന്നു കർമ്മം ത്യജിക്കണം. ചൊല്ലി ചിലർ യജ്ഞപൂജാതി ചെയ്യണം. കർമ്മ ഉപേക്ഷയും തദ്ഫലത്യാഗവും ശ്രേഷ്ഠമാണ് രണ്ടും രണ്ടു തലങ്ങളിൽ. എൻ്റെ മതം ചൊല്ലാം ത്യാഗങ്ങൾ മൂവിധം. സത്വരജസ്തമസ് നന്മതിന്മാപരം. യജ്ഞദാന തപസ് പൂജാവ്രതങ്ങളും ചെയ്യുക വേണം, അനുഷ്ഠാനമാണത്. ചിത്തശുദ്ധി ദേഹശുദ്ധിയും നേടിടാം. ജീവൻ്റെ മുക്തിക്ക് ശുദ്ധി വേണം സഖേ. കർമ്മഠനാകേണ്ട വേണ്ട ആസക്തിയും തെറ്റായിടും കൂട്ടിവയ്ക്കൽ ഭോഗേച്ഛയും. ഉണ്ണാലുറങ്ങൽ കുളി വിട്ടാൽ പറ്റുകിൽ. കർമ്മം വിടാം കാമം വിട്ടുപോകും ദൃഢം. എങ്കിലും അർജുന ദേഹസംബന്ധമായി ചെയ്യേണ്ട കർമ്മങ്ങൾ ശീലമാക്കിയിടണം. അജ്ഞാനമോഹത്തിൽ നിത്യകർമ്മങ്ങളെ ചെയ്തില്ല എങ്കിൽ തമോ ഗുണിയായിടും. നമ്മളെ കർമ്മം ഉപേക്ഷിച്ചാൽ വിട്ടിടാം. നമ്മൾ സ്വയം കർമ്മം വിട്ടുകൂടാ സഖേ. ഏറെ വിഷമം ഈ കർമ്മത്തെ ചെയ്യുവാൻ എന്നോർത്തു വൃത്തികൾ ചെയ്യാതിരിക്കുകിൽ. ദുഃഖമാവും ദേഹക്ലേശത്തേക്കാൾ സദാ. കർമ്മ ഉപേക്ഷ രജോ ഗുണമായിടും. ജ്ഞാനവിജ്ഞാനങ്ങൾ നഷ്ടമാകും തഥാ. പ്രാരബ്ധം തീരില്ല സംസാരം ജീവനും. കർമ്മത്താൽ കിട്ടും ഫലത്തെ ത്യജിക്കുകിൽ. ജ്ഞാനവും മുക്തിയും സച്ചിദാനന്ദവും കർത്തവ്യമെന്നും കടമായി ചെയ്യണം. കർത്താവു ഞാൻ അല്ല എന്നു മാനിക്കണം. സത്കർമ്മ സദ്ഫലം പോലും ത്യജിക്കുകിൽ. സാത്വികമാണത് ഞാൻ പ്രീതനായിടും. ബുദ്ധിമാൻ സത്വഗുണീ മേധാശക്തിയാൽ. സംശയം തീർന്നവൻ ദുഃഖിക്കില്ല ദൃഢം. കർത്തവ്യം ദുഃഖപ്രദമെങ്കിലും സുധി അന്യോപകാരമായി ചെയ്യും സഹായമായി. കർമ്മഫലം സുഖം തന്നിടുമെങ്കിലും ആസക്തനാകില്ല സാധു സമദൃശി. ദേഹാഭിമാനിക്ക് കർമ്മം മുഴുവനും തീർത്തും ഉപേക്ഷിക്കാൻ പറ്റില്ല നിശ്ചയം. കർമ്മഫലത്യാഗം ചെയ്യുന്നു സ്വസ്ഥനായി. സ്വന്ത കർമ്മം ചെയ്യും അന്യോപകാരമായി. ദുഃഖമുണ്ടാക്കും അനിഷ്ടകർമ്മഫലം. ഇഷ്ടകർമ്മം സുഖമേകും തനുവിനും. ഇഷ്ടം അനിഷ്ടവും മിശ്രം എന്നിങ്ങനെ മൂന്നും സുഖ ദുഃഖം കാമിക്കു നൽകിടും. നിഷ്കാമനായി കർമ്മം ചെയ്ത് ഫലത്യാഗം ചെയ്യുകിൽ മുക്തിയെ നേടിടും മാനുഷൻ. സന്യാസദീക്ഷിതൻ കർമ്മം ത്യജിക്കണം സന്യാസദീക്ഷിതൻ കർമ്മം ത്യജിക്കണം. കർമ്മഫല ചിന്ത തോന്നാതിരിക്കുവാൻ ദേഹത്തിനാവശ്യം നന്നായി കുറയ്ക്കണം. ആസക്തി ഭോഗങ്ങൾ തീർത്തും ത്യജിക്കണം. കർമ്മത്തിനന്ത്യത്തിൽ തദ്ഫലസിദ്ധികൾ നേടണം. ബ്രഹ്മത്തെ കാണാൻ അറിയുവാൻ വേദാന്തങ്ങൾ ശാസ്ത്ര പഠനവും ചെയ്ത സന്യാസികൾ ദേഹബന്ധം വിടാൻ. ദേഹം കരണം ഞാൻ പ്രാണങ്ങൾ ദേവകൾ. കാരണം അഞ്ചും അറിഞ്ഞ് അതും വിടും. സപ്തധാതുമനം പ്രാണനും കൂടിയ ദേഹം കൊണ്ടാണു ഞാൻ കർത്താവായി തീർന്നത്. ജ്ഞാനേന്ദ്രിയം കണ്ണ് മൂക്ക് നാക്ക് തൊലി കാത് ഇവകളാൽ ഉണ്ണാം വിഷയവും. കൈകാൽ ഗുദം നാവലിംഗം ഇവകളാൽ കർമ്മങ്ങൾ ചെയ്തു കൂട്ടുന്നു പലവിധം. കാണൽ മണക്കൽ രസിക്കൽ തൊടൽ തഥാ കേൾക്കലും ചെയ്യും വിഷയ തന്മാത്രകൾ. കൈകൊണ്ടെടുക്കും ഗുദം വിസർജിക്കുവാൻ. കാലാൽ നടക്കും പറയുവാൻ നാവതും. പുത്ര പരമ്പരയുണ്ടാക്കാൻ ലിംഗവും. കർമ്മേന്ദ്രിയങ്ങൾ ഞാൻ നൽകി തനുവിന്. ദിഗ്ദേവത കാത് വായു തൊലിയുമായി. കണ്ണിനു സൂര്യനും പാശി രസം സുതൻ.
നാവിന് അഗ്നിയും വാക്കിൻ്റെ ദേവത, മൂക്കിന് അശ്വിനി ദേവകളിങ്ങനെ. കയ്യിനിന്ദ്രൻ തഥാ കാലിന് വിഷ്ണുവും, മിത്രൻ കുതത്തിന് ചന്ദ്രൻ മനസ്സിനും. ബുദ്ധിക്കു ബ്രഹ്മാവശേഷൻ അഹത്തിനും, വാസുദേവൻ ചിത്തം ദേവകൾ നാഥരായി. പ്രാണങ്ങൾ ചേഷ്ടയ്ക്കായി ദേഹത്തിൽ ചേർത്തു ഞാൻ, ഊർധ്വപ്രാണൻ അഞ്ചധപ്രാണനും. പ്രാണാപാനൻ വ്യാനൻ പിന്നെ ഉദാനനും, പിന്നെ സമാനനും നൽകും ഊർജം സ്ഥിരം. പഥ്യമാഹാരം ശുദ്ധമായുണ്ണുകിൽ, നേടും ബലം നിൽക്കും വർഷശതം തനു. നാഗനും കൂർമൻ കൃകലൻ ധനഞ്ജയൻ, ദേവദത്തൻ അഞ്ച് രക്ഷകർ താഴെയും. ദേഹേന്ദ്രിയ മനോവാക്കിനാൽ ചെയ്തികൾ മൂവിധം കർമ്മം, ഈ അഞ്ച് ഹേതുക്കളാൽ ദേഹം കരണം ഞാൻ. പ്രാണനും ദൈവവും എത്തിക്കും കർമ്മത്തെ ധർമ്മം അധർമ്മമായി. നിസ്സംഗനാത്മാവ് ചെയ്യില്ല വൃത്തികൾ, കാരണം ദേഹബന്ധാദിയില്ലായകയാൽ. ബുദ്ധിക്ക് തത്വം അറിയില്ല അവിദ്യയാൽ, ചെയ്യിക്കും കർമ്മം മനപ്രേരിതം സദാ. കർമ്മത്തിനുത്തരവാദിയേ അല്ല ഞാൻ എന്നറിയണം സ്വബുദ്ധിയാൽ ജ്ഞാനിയായി. കർമ്മമേതാകിലും ബാധിക്കില്ല ഫലം, കൊന്നാലും കൊല്ലപ്പെട്ടാലും വിധിവശാൽ. കൊല്ലുന്നതു കണ്ടാൽ ബന്ധു മരിക്കുകിൽ, ഉണ്ടാകയില്ല വികാരം വിക്ഷോഭവും. ജ്ഞാനവും ജ്ഞാനസ്വരൂപനാം ജ്ഞേയവും, വിദ്യ നേടുന്നവൻ ഒന്നെന്നു തോന്നിടും. കർമ്മവും മൂവിധം ഇന്ദ്രിയപ്രേരിതം, കർമ്മം ചെയ്യുന്നവൻ കർമ്മമെന്നിങ്ങനെ. കർമ്മത്തിനാശ്രയം നിർവഹിക്കുന്നവൻ, പ്രേരണ നൽകുന്ന മാനസം മോഹിതൻ. സത്വരജസ്തമസ് തന്നെ ഹേതുവിതിൽ, ജ്ഞാനവും കർമ്മവും കർമ്മിയും മൂവിധം. യാഥാർത്ഥ്യം ചൊല്ലിടാം കേൾക്കണം അർജുന, സർവഭൂതങ്ങളും ഞാൻ തന്നെ സർവഥാ. വേറെ വേറെ കാണും ജീവജാലങ്ങളിൽ, വേറെയല്ലാത്ത നശിക്കാത്ത നിത്യനെ. ഏകൻ പരമാത്മാ മാറി പലവിധം, സത്ത് അസത്ത് ജഡം ചൈതന്യമിങ്ങനെ. ആത്മഭാവത്തിൽ മുഴുവൻ അറിയുകിൽ, സാത്വികൻ തന്നെയാ ജീവൻ സ്വതന്ത്രനും. വേറെ വേറെ കണ്ടാൽ രാജസമായത്, ദുഃഖസുഖം തിന്നും ദേഹവ്യത്യാസവും. സ്ഥാനക്രമങ്ങളും ശ്രേഷ്ഠം നികൃഷ്ടമായി, കർമ്മവ്യത്യാസം ഭുജിക്കുന്ന രീതിയും. വ്യത്യസ്തമായി കാണും സർവം രജോഗുണി, മർത്യർ പൊതുവേ രജോഗുണ കർമ്മഠർ. ദേഹത്തിൽ വസ്തുവിൽ കാണും പ്രതിമയിൽ, പൂർണ്ണമായി ഈശനെ തേടിയ താമസർ. ആസക്തരായി അന്ധവിശ്വാസിയായി സ്വയം തീരുമാനിക്കുന്നു സത്യമല്ലെങ്കിലും. ആത്മജ്ഞൻ യുക്തിക്കു പറ്റാത്ത കാര്യവും, സ്വാർത്ഥത്തിനായി സ്വയം തെറ്റായി ധരിച്ചിടും. തിന്മ ചെയ്യും സ്ഥിരം ദ്രോഹികൾ ഹിംസകർ, താമസരിക്കൂട്ടർ തെറ്റിക്കും ധർമ്മവും. എല്ലാ ദിവസവും ചെയ്യണം ധാർമ്മികം, ആചാരവും അനുഷ്ഠാനവും സാത്വികം. വർണ്ണാശ്രമധർമ്മം ശീലമായി ചെയ്യണം, രാഗദ്വേഷങ്ങൾ ഫലേച്ഛയും വേണ്ടതിൽ. കർമ്മഫലേച്ഛു മതം പൂണ്ടു ചെയ്യുകിൽ, ക്ലേശത്തോടെ എങ്കിൽ രാജസമാണത്. രാഗദ്വേഷത്തോടെ ഹിംസ ചെയ്യും ഖലൻ, ദോഷങ്ങളും ധനനാശവും പീഡയും. സ്വന്തം കഴിവ് അറിയാതെ കൂടുതൽ ലുബ്ധൻ, മതം പൂണ്ടും ചെയ്യും തമോ ഗുണി. അജ്ഞാനിയായി സ്വന്തം നേട്ടം ഭുജിച്ചിടും, പങ്കുവയ്ക്കാതെ മഹാപാപിയായിടും. ആത്മപ്രശംസയും സംഘവും വിട്ടവൻ ധീരനായി വീരനായി ഉത്സാഹിയായി സദാ ചെയ്യുന്നു കർമ്മം. ഫലേച്ഛയില്ലാതെയും ദുഃഖസുഖം സമം കാണുന്നു സാത്വികൻ. ഭാര്യാസുതൻ ഗൃഹം ഭൂമി ധനാദിയിൽ ആസക്തനായി കർമ്മം ചെയ്യും ഫലേച്ഛുവായി. അന്യധനം സ്വന്തമാക്കാൻ ശ്രമിച്ചിടും, ദ്രോഹിക്കും അന്യരെ കാമിയായി രാജസൻ. ദേഹശുദ്ധി മനഃശുദ്ധിയില്ലാതെയും ഹിംസ ചെയ്യും, ഇഷ്ടം നേടും സുഖിച്ചിടും. ദുഃഖം അനിഷ്ടം ഭവിക്കിൽ വിഷാദിയായി രാജസൻ, അത്യന്തം സ്വാർത്ഥിയായി തീർന്നിടം. ചഞ്ചല ചിത്തൻ വിവേകമില്ലാതെയും, അന്യർക്കു ഭക്ഷണം മുട്ടിക്കും വഞ്ചകൻ. ഒട്ടും വിനയമില്ലാതെ മടിയനായി നീട്ടിവെക്കും കർമ്മം ദുഃഖിതൻ താമസൻ. മുഗുണഭേദങ്ങൾ കേട്ടാലും അർജുന, ബുദ്ധി ധൃതി തൊട്ട ഭാവമുണ്ടാക്കിടും. കാര്യമായി മാറണം കർമ്മങ്ങൾ ധാർമ്മികം, പാടില്ല അധർമ്മം ഭയം മൂലമായി. ബന്ധവും മുക്തിയും കർമ്മഫലങ്ങളായി, ബുദ്ധിമാൻ സാത്വികൻ നന്നായി അറിഞ്ഞിടും. ബുദ്ധി കൊണ്ടു നരൻ ധർമ്മം അധർമ്മവും, ചെയ്യരുതാത്തതും ചെയ്യേണ്ടതും സ്ഥിരം. നന്നായി അറിഞ്ഞ് അനുഷ്ഠാനമാക്കുകിൽ, മായയെ പോലും മറികടക്കും സുധി. വേണ്ടതറിയാതെ ബുദ്ധിയില്ലാതെയും, ധർമ്മം വെടിഞ്ഞും പണി ചെയ്യും രാജസൻ. അജ്ഞാനി മൂഢൻ ബുദ്ധിയില്ലാത്തവൻ,
അജ്ഞാനിയാം മൂഢൻ ബുദ്ധിയില്ലാത്തവൻ ചെയ്യും അധർമ്മത്തെ ധർമ്മമായി താമസൻ. നല്ലതും ചീത്ത വിപരീതം കണ്ടിടും ദേഹമോഹി സദാ ദുഷ്ടത ചെയ്തിടും. ഏകാഗ്രചിത്തനായി ധാരണ ചെയ്തിടും മറ്റു വിഷയങ്ങൾ തീണ്ടാതെ മാനസം പ്രാണേന്ദ്രിയങ്ങൾ ഒതുക്കി ശമന്തമം നേടും. ധൃതി ബുദ്ധി സാത്വികം സർവഥാ. പ്രാണേന്ദ്രിയ മനം നന്നായി നിയന്ത്രണം ചെയ്ത ധൃതി ബുദ്ധി ലക്ഷ്യം വെടിയുകിൽ. ധർമാർത്ഥകാമത്തിൽ തൽപരനാകുകിൽ അർത്ഥകാമങ്ങളെ നേടുന്നു രാജസൻ. ദുഷ്ടബുദ്ധി ഭയം സന്താപം നിദ്രയും ആലസ്യവും മടി ഗർവം വിഷാദവും കൊണ്ടു നടക്കും. ധൃതി ബുദ്ധി താമസൻ ഹിംസ ചെയ്തു നേടും പാപി സുഖം സദാ. മൂന്നു വിധം സുഖം കേൾക്ക നീ അർജുന, അഭ്യാസം കൊണ്ട് സുഖിക്കുന്നു നിത്യവും. ബുദ്ധിയാൽ ദുഃഖം വരാതെ കാക്കും സുഖം. ദുഃഖമാദ്യം അത് നൽകും സ്ഥിരം സുഖം. ആദ്യം ചവർപ്പാകും നെല്ലിക്ക തിന്നുകിൽ പിന്നെ മധുരം ഇതുപോൽ തരും സുഖം. ദുഃഖം വിഷം പോലെ ആദ്യം ഭുജിച്ചിടും ആനന്ദ സൗഖ്യം അമൃതായൊടുക്കവും. ചിത്തം മനം ബുദ്ധി നിർമ്മലമാകുകിൽ കിട്ടും സുഖം അത് സാത്വികം നിശ്ചയം. ഇന്ദ്രിയങ്ങൾ സുഖം നേടും വിഷയമായി ആദ്യം അമൃത് സമം പിന്നെ വിഷമയം. ദേഹേന്ദ്രിയ സുഖം നേടുന്നു രാജസൻ, താമസൻ നേടുന്നു താൽക്കാലിക സുഖം. ദേഹമോഹം കൊണ്ട് ആദ്യാവസാനവും ആലസ്യം നിദ്ര മറവിയാൽ മൂഢനായി മായയിൽപ്പെട്ട് ഉഴറുന്നു താമസൻ. സംസാരം തീരാതെ ദുഃഖം ഭുജിച്ചിടും. മൂലപ്രകൃതിയിൽ നിന്നുണ്ടായി മായയിൽ നിന്നും ഈ മൂന്നു ഗുണങ്ങളും. മൂന്നു ലോകത്തിലും മുഗുണമില്ലാത്ത ഒന്നുമേയില്ലല്ലോ മൂന്നു കാലത്തിലും. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര സദാ പൂർവജന്മകൃത മുഗുണബദ്ധിതർ. ബ്രാഹ്മണർ സാത്വികം പൂജകൾ ചെയ്യുവോർ. സാത്വിക രാജസർ ക്ഷത്രിയർ ദേവകൾ. രാജസ താമസർ വൈശ്യരായി കർഷകർ. താമസർ ശൂദ്രർ പരിചര്യ ചെയ്യുവോർ. നാലു വർണ്ണങ്ങളും ചെയ്യുന്നു വൃത്തികൾ. ബ്രഹ്മചര്യകാലം വേദം പഠിച്ചവർ. പിന്നെ ഗൃഹസ്ഥരായി വാനപ്രസ്ഥർ തഥാ പിന്നീടു സന്യാസം സർവം ത്യജിച്ചവർ. ചഞ്ചല ചിത്തം ശമത്താൽ അടക്കണം ഇന്ദ്രിയം കെട്ടിയിടൽ. ദമമെന്നതും ദേഹമനോബുദ്ധി ശുദ്ധമാകാൻ സ്ഥിരം ചെയ്യാം തപസ്. ക്ഷമയോടെ നിർമ്മലൻ നിഷ്കളങ്കൻ വേദശാസ്ത്രജ്ഞാനങ്ങളെ നേടണം. ഗൂഢമർമ്മങ്ങൾ അറിയണം. വിജ്ഞാനം നേടണം. ആത്മജ്ഞനാവണം. യത്നിക്കണം ബ്രഹ്മം തന്നിൽ ലയിക്കുവാൻ. ബ്രാഹ്മണർ വിപ്രർ ഹിതങ്കരർ സാത്വികർ. ക്ഷത്രിയർ കേകുന്നു വിദ്യ വിനീതരായി. ശൗര്യവീര്യം തേജസ് ദാനം കഴിവുകൾ. മൃത്യു വരിക്കും വരെ യുദ്ധം ചെയ്യണം. കാട്ടും പരാക്രമം സ്നേഹവും രക്ഷയും. ക്ഷാത്രധർമ്മം സദാ ചെയ്യുന്നു ക്ഷത്രിയർ. വൈശ്യർ കൃഷി പശുപാലനം ചെയ്തിടും. വാണിജ്യവും ധനസമ്പാദനം തഥാ മൂന്നു വർണ്ണക്കാർക്കും സേവനം ചെയ്തിടും. ശൂദ്രർ തൻ കർമ്മം ഞാൻ നിശ്ചയിച്ചിങ്ങനെ. സ്വന്തധർമ്മങ്ങൾ യഥാവിധി ചെയ്യുകിൽ നേടും മനഃശുദ്ധി ജ്ഞാനവും ഭക്തിയും. മുക്തിക്കും അർഹത നൽകും ഞാൻ തുഷ്ടനായി. ഭേദബുദ്ധിയില്ല സ്ഥാനക്രമങ്ങളും. മൂന്നു ലോകങ്ങൾ നിലനിൽക്കാൻ ജോലികൾ നിശ്ചയിച്ചു ഹരി മൂലോകപാലകൻ. സാക്ഷിതൻ പ്രേരണ കൊണ്ടു നാം വൃത്തികൾ ആത്മാവിനിച്ഛയായി ചെയ്തിടും സർവഥാ. സാക്ഷി തന്നെ വിരാട് വിശ്വത്തിനംശം നാം. സർവം ഹരിക്കേകാൻ നിർബന്ധിതർ സദാ. സർവവ്യാപി നമ്മെ കൊണ്ടു സാധിച്ചിടും ലോകനിലനിൽപ്പിനുള്ള സകലതും. നമ്മൾ വിനീതരായി ഭൃത്യരായി ചെയ്യണം കർമ്മഫലം ഹരിക്കേകണം ശുദ്ധരായി. ചിത്തശുദ്ധി വന്നാൽ ജ്ഞാനത്തെ നൽകിടും. സ്വന്തധർമ്മം മാത്രം ചെയ്താൽ മതി നരൻ. ആചാരം നന്നായി അനുഷ്ഠിക്കുകിൽ ഹരി സ്വല്പം പിഴച്ചാലും ശ്രേയസ്സു തന്നിടം. വർണ്ണാശ്രമധർമ്മം ചെയ്താൽ ലഭിച്ചിടും പുണ്യം സുഖം തഥാ പ്രാരബ്ധം തീർക്കലും. പാപനാശം ഫലം കർമ്മമൊടുങ്ങിടും. വീണ്ടും ജനിക്കാത്ത ഭാവത്തിലെത്തിടും. സ്വന്തം കുലധർമ്മം കർമ്മത്തിൻ ദോഷവും കണ്ടാലും ചെയ്യാൻ മടിക്കരുത് നരൻ. തീയിൽ പുക പോലെ മൂടപ്പെടും ചില ഗൂഢലക്ഷ്യം കർമ്മ വൈശിഷ്ട്യ സത്ഫലം. കർമ്മത്തിൻ വാസന തീർക്കാൻ ഇതും സദാ ബോധപൂർവം വേദം തന്നിലോതി ഹരി. ആസക്തി വിട്ട് വിരക്തനായി ബുദ്ധിമാൻ നന്നായി അടക്കണം ചഞ്ചല മാനസം. ദേഹസുഖം വിട്ട് കിട്ടുന്നതുണ്ണണം. കർമ്മസന്യാസത്തെ നേടും വരെ നരൻ. നമ്മളെ കർമ്മം വിടുകിൽ ധനഞ്ജയ. തീരുന്നു സംശയം നേടുന്നു ജ്ഞാനവും. ജ്ഞാനത്തെ നേടിയാൽ ബ്രഹ്മത്തിലെത്തിടാം. ഏകത്വബോധ്യത്തിൽ ദ്വന്ദ്വം കടക്കവേ ജ്ഞാനം പരമാത്മാവെന്നറിയും നരൻ. ആത്യന്തിക ലക്ഷ്യം നേടുന്നു മുക്തനായി. ധൈര്യമുള്ള മനം ശുദ്ധമാം ചിത്തവും ശബ്ദാദി സർവ വിഷയവും വിട്ടിടും.
രാഗദ്വേഷം തൊട്ട ചീത്തകൾ ക്ലേശവും തീർത്തും ഒഴിയുകിൽ ശാന്തി നേടും സുധി. സ്വസ്ഥനായ ഏകാഗി ശുദ്ധദേശങ്ങളിൽ ആഹാരം പഥ്യവും മൂവിധ കർമ്മവും അഷ്ടാംഗയോഗവും ഭക്തനായി ചെയ്യുകിൽ ദേഹം വിടാം, ദേഹബന്ധം ഭവം വിടാം. ദേഹമോഹി കേവലം ധനം യൗവനം കാമക്രോധം മതം കാമ്യകർമ്മേച്ഛയും. ഞാൻ എൻ്റെ അന്യം തഥാ ബന്ധുശത്രുത ഒക്കെ വരും നഷ്ടമായിടും സ്വാസ്ഥ്യവും. ദേഹം മനം സ്വസ്ഥം ശാന്തമായി തീരുകിൽ യോഗികൾ ബ്രഹ്മത്തിൽ ചേരും ഒന്നായിടും. ബ്രഹ്മമാകുന്നു ഞാൻ എന്ന അനുഭവം നേടുകിൽ ജ്ഞാനി പ്രസന്നനാകും ദൃഢം. കർമ്മവും കാമവും ദുഃഖവും വിട്ടു ജീവൻ സദാ സർവം സമമായി കാണുന്നു ജ്ഞാനിയായി. സർവം ഞാനാകയാൽ ഭക്തി ഞാൻ നൽകിടും, ഒപ്പം വിരക്തിയും സംസാരം തീർക്കുവാൻ. സ്വർണമായി കാണുന്നു പണ്ടമേതാകിലും, മണ്ണായി കാണും കുലം പ്രതിമാതിയെ. ഏതിലും കാണുന്നു എൻ രൂപം ഭാവവും, എന്നിൽ നിൽക്കുന്നതായി കാണും സകലതം. എൻ്റെ ഭഗവാനെ ഞാൻ ഭഗവാന്റേതായി, എൻ്റെ ഭഗവാനെ ഞാൻ ഭഗവാന്റേതായി കാണും. കടലിൽ തിരമാല പോലെ നാം വെള്ളം കടലിലെ പൂർണ്ണരസത്തോടെ ബാക്കി വയ്ക്കാതെ ലയിക്കുന്നു സ്വത്വവും. എങ്കിലും കർത്തവ്യം പാലിക്കും ജീവികൾ, ജീവിക്കും ഈശനെ ആശ്രയിച്ചെപ്പോഴും. ഞാനേകം ജീവൻ അനുഗ്രഹം ശാശ്വതം, എങ്കിൽ എന്നിൽ ലയിക്കാൻ തടസ്സങ്ങൾ നീക്കിടും. ആകയാൽ അർജുന കർമ്മം ഫലമിവ ആത്മസ്വരൂപൻ എനിക്കേകണം സ്ഥിരം. എന്നിലെത്താൻ മനം ഭേദവും നൽകിയ മൂവിധ കർമ്മവും ആത്മനിവേദ്യമായി. ചിത്തത്തിൽ എന്നെ പ്രതിഷ്ഠിക്കണം സ്ഥിരം, ബുദ്ധി കൊണ്ടെന്നെ അറിയണം തുല്യനായി. അജ്ഞാനം നീക്കി തടസ്സം വരാതെയും ആശ്രയിക്കണം അഹങ്കാരം വിട്ടു നീ. ഞാൻ എന്ന ബോധം കൊണ്ട് എന്നുടെ വാക്കുകൾ കേട്ട് അനുസരിച്ചില്ലെങ്കിൽ സർവരും ഭ്രഷ്ടനാകും, ലയം നേടില്ലൊരിക്കലും. പിന്നെ തമോ ഗുണിയായി പതിച്ചിടം. സ്വന്തം അറിവിൽ അഹങ്കാരം കൊണ്ടു നീ യുദ്ധം ഞാൻ ചെയ്യില്ല എന്നു നിനയ്ക്കുകിൽ നിന്റെ സ്വഭാവം ഈ ക്ഷാത്ര തേജസ്സിനാൽ പ്രേരണ നൽകൂ പ്രകൃതി പോരാടുവാൻ. പൂർവജന്മകൃത സംസ്കാരം കൊണ്ടു നീ പെട്ടുപോകും കർമ്മവാസനയാണത്. സ്വന്തം കുലധർമ്മം ചെയ്യില്ല എന്നു നീ ചിന്തിക്കവേ മായ കാട്ടും വിരാട് പ്രഭു. അർജുന നമ്മൾ പ്രകൃതിക്കടിമകൾ, യന്ത്രത്തിലെ പാവ അസ്വതന്ത്രർ സദാ. സാക്ഷിയാം ഈശ്വരൻ മായയിൽ മുക്കിടും, ചിത്തിൽ സ്ഥിതി ചെയ്ത് കർമ്മഠരാക്കിടും. സർവം നിയന്ത്രിക്കും കാലസ്വരൂപനായി. ദേഹേന്ദ്രിയ മനം കർമ്മത്തിൻ വാസന പ്രാരബ്ധം തീർക്കലും ചെയ്യണം മാനുഷൻ. ബുദ്ധി വിശേഷത്താൽ ജ്ഞാനിയായി മാറണം, കിട്ടുന്നതെല്ലാം പ്രസാദമായി കാണണം. ആശ്രയിക്കൂ എന്നെ, ശാന്തി ഞാൻ നൽകിടും. നിത്യമാം സ്ഥാനം ഹരിപദമെത്തിടും, കിട്ടും അവസരം പാഴാക്കിടാ നരൻ. ഏറ്റം നിഗൂഢം രഹസ്യം അറിവുകൾ തന്നു ഉപദേശം, സമ്പൂർണ്ണ ജ്ഞാനമായി ആത്മജ്ഞനായി മാറി. ചെയ്യേണ്ടതൊക്കെയും ചിന്തിച്ചു ചെയ്യണം നിന്നിഷ്ടം വേണ്ട പോൽ. എന്നുടെ വാക്കാകും വേദം നീ കേട്ടത്, നന്നായി വിശകലനം ചെയ്യൂ ബുദ്ധിയാൽ. യുദ്ധം നീ ചെയ്യണോ വേണ്ടെന്നു വയ്ക്കണോ, യുക്തിസഹമായി ചിന്തിച്ചു ചെയ്യുക. അത്യുത്തമം അതിഗൂഢം എൻ വാക്കിനെ കേൾക്കണം നീ. എനിക്കേറ്റം പ്രിയങ്കരൻ, ഏറ്റവും ശ്രേയസ്സിനായി ഞാൻ ഓതിടാം. ആത്മസ്വരൂപൻ ഞാൻ എന്നെ അറിയൂ നീ. എന്നിൽ മനം വെച്ച് എന്നുടെ ഭക്തനായി എൻ പ്രീതി നേടൂ നീ. യജ്ഞപൂജാദിയാൽ എന്നെ നമിക്കണം, ബ്രഹ്മമായി കാണണം. ധർമ്മം എന്നിൽ മനം വെച്ച് എന്നുടെ ഭക്തനായി എൻ പ്രീതി നേടു നീ. യജ്ഞപൂജാദിയാൽ എന്നെ നമിക്കണം, ബ്രഹ്മമായി കാണണം. എന്നെ നീ എത്തിടും എൻ്റെ പ്രിയ സഖേ. ധർമ്മം അധർമ്മം ഉപേക്ഷിക്കണം സഖേ. സത്യം ഞാൻ ചൊല്ലാം, പ്രതിജ്ഞ ഞാൻ ചെയ്തിടാം. അദ്വിതീയൻ പരൻ ആത്മാവാം എന്നെ നീ സർവാത്മനാ സദാ ആശ്രയിച്ചിടണം. പാപങ്ങളിൽ നിന്നും മുക്തി ഞാൻ നൽകിടും, ദുഃഖിക്കരുതു നീ. ദേഹബോധം വിടൂ, സാക്ഷിയാമെന്നെ അനന്യ ശരണനായി ആത്മനിവേദനം ചെയ്തു പ്രാപിക്കണം. നിന്നോടു ഞാനിപ്പോൾ ചൊല്ലിയ ഗീതയെ നൽകരുത് തപസ് ചെയ്യാത്തൊരുവന്. ഭക്തിയില്ലാത്തവൻ കേട്ടുകൂടാ ഇത്, മൂഢൻ അസൂയാലു കേൾക്കേണ്ട ലോഭിയും. സദ്ഗുരു ശുശ്രൂഷ ചെയ്യാത്ത ദുഷ്ടനും നൽകരുത്, ഭക്തിയില്ലാത്ത നീചനും. സംശയിക്കേണ്ട പരമഭക്തർക്കിത്, നന്നായി ഉപദേശം നൽകണം ഭക്തനായി. എൻ്റെ ഈ ഗീതയെ അന്യനു നൽകുകിൽ ഭക്തിയുണ്ടാകും, അവിദ്യ നീങ്ങും ദൃഢം. സംസാരം നീങ്ങിടും എന്നിലെത്തും അവർ.
എന്നുടെ തുഷ്ടരിൽ എന്നുടെ ഇഷ്ടരിൽ മുഖ്യരായി വാനിടം. ഭൂമിയിൽ മർത്യരിൽ വേറെയില്ല ഒരാൾ എന്നുടെ പ്രീതിയെ നേടിയ ഭാഗ്യവാൻ. നമ്മുടെ സംവാദം ആര് പഠിക്കുമോ അദ്ദേഹം ശ്രേഷ്ഠനായി തീരും മനുഷ്യരിൽ. ഏറെ ബഹുമാനം നേടും ഇതൻ മനം എന്നുടെ കാവലും ഉണ്ടാവും നിശ്ചയം. പാടില്ല അസൂയ ഈ ഭക്തനിൽ മർത്യന്. അദ്ദേഹം ചൊന്നതു കേട്ടു പഠിക്കണം. ഗീത പഠിക്കുകിൽ പാപം നശിച്ചിടും. പുണ്യകർമ്മം ചെയ്യും നേരം പഠിക്കണം. പുണ്യകർമ്മം ചെയ്യും നേരം പഠിക്കണം. ഹരേ കർമ്മഫലം കിട്ടും കൂടുതൽ എപ്പോഴും. എന്നുടെ സാന്നിധ്യം കൊണ്ടിതു നേടിടാം. എന്നുടെ സാന്നിധ്യം കൊണ്ടിതു നേടിടും. അർജുന ഞാനിപ്പോൾ ചൊല്ലിയ ഗീതയെ ഏകാഗ്രചിത്തനായി കേട്ടാൽ അവിദ്യകൾ നീങ്ങിടും. സംശയം തീർന്നെന്നിലെത്തിടും. ദേഹമോഹം വിട്ട യുദ്ധം നീ ചെയ്യണം. അർജുനൻ പറഞ്ഞു, കൃഷ്ണ ഹരേ ഭഗവാനേ ജഗൽ പ്രഭോ, എന്നുടെ അജ്ഞാനം തീർന്നു ഞാൻ അങ്ങയെ നന്നായി അറിയുന്നു. വേദാർത്ഥം ഗീതയാൽ ആത്മാവായി എന്നെ അറിഞ്ഞു മഹാപ്രഭോ. സംശയം തീർന്നു ഞാൻ നേടി അനുഗ്രഹം. അങ്ങുന്നിൻ ആജ്ഞയായി യുദ്ധം ഞാൻ ചെയ്തിടാം. കൃഷ്ണ ഹരേ പരബ്രഹ്മമൂർത്തേ തവ കാൽക്കൽ നമസ്കരിക്കുന്നു ഞാൻ ധന്യനായി. സഞ്ജയൻ പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, നരൻ പാർത്ഥൻ കേട്ടൊരി ശ്രീമൽ ഭഗവൽ ഹരി ഗീതം അത്ഭുതം. രോമാഞ്ചം വന്നു പുളകിതനായി നൃപ. കേട്ടു ഞാൻ വേദസാരം ബൃഹൽ താത്വികം. വ്യാസമഹർഷി അനുഗ്രഹിച്ചോദിയ ഉത്കൃഷ്ടം ഗൂഢം രഹസ്യയോഗം മഹത്. യോഗശാസ്ത്രം വേദം ചൊല്ലി സ്വയം ഹരി പാർത്ഥനെ കേൾപ്പിച്ചു സന്മാർഗമുത്തമം. കൃഷ്ണാർജുനന്മാർ പരസ്പര മോദിയ ആശ്ചര്യം പുണ്യം മഹായോഗം ഗീതയെ ഓർത്തു ഞാൻ മുങ്ങുന്നു ആനന്ദസാഗരം തന്നിൽ. മഹാരാജൻ ധന്യനാം സർവഥാ ധന്യർനാം സർവഥാ. ഓർത്തു ഞാൻ മുങ്ങുന്നു ആനന്ദസാഗരം തന്നിൽ. മഹാരാജൻ ധന്യർനാം സർവഥാ. കേൾക്കൂ ധൃതരാഷ്ട്രരാജൻ ഹരിയുടെ അത്യത്ഭുതം വിശ്വരൂപത്തെ കണ്ടു ഞാൻ. ഓർക്കുമ്പോൾ വിസ്മയം കൊണ്ടു പുളകിതൻ സച്ചിദാനന്ദത്തിൽ മുങ്ങുന്നു ഭക്തനായി. ഏറ്റവും ഭാഗ്യവാൻ തന്നെ ഞാൻ തുഷ്ടനും. കൃഷ്ണകൃപ എന്നിൽ തന്നു തവ പിതാ. ഏതൊരു ഭാഗം ഹരി നിൽക്കുമോ അവർ തീർത്തും വിജയിക്കും കൃഷ്ണ മഹിമയാൽ. വില്ലാളി വീരൻ ധനഞ്ജയൻ നിൽക്കുമീ പക്ഷം ജയിക്കും. അഭിവൃദ്ധി നേടിടും യോഗേശ്വരൻ ഹരി. കൃഷ്ണേച്ഛയായി ന്യായവും ധർമ്മവും എന്നും ജയിച്ചിടും. എന്നെയും എൻ്റെയും യാദവ കൃഷ്ണനായി എന്നും സമർപ്പിക്കാം എൻ്റെ സമ്പാദ്യവും. എന്നെ എടുക്കണേ എൻ്റേതും വിശ്വനായി. കൃഷ്ണ ഹരേ ഹരി പാദേ നമിപ്പു ഞാൻ. എന്നെയും എൻ്റെയും യാദവ കൃഷ്ണനായി എന്നും സമർപ്പിക്കാം എൻ്റെ സമ്പാദ്യവും. എന്നെ എടുക്കണേ എൻ്റേതും വിശ്വനായി. കൃഷ്ണ ഹരേ ഹരി പാദേ നമിപ്പു ഞാൻ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീമദ് ഭഗവത്ഗീത ഗീതാപാഠം ഹരിഗീതം 18-ാം അധ്യായം സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 18 അധ്യായങ്ങളിലായിട്ട് ഭഗവാൻ പറഞ്ഞ ഈ ഗീതയെ ഹരിഗീതത്തെ അർജുനൻ കേട്ടത് സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നു. വ്യാസൻ ഭാരതത്തിൽ രചിച്ചതാണ് ഈ ഭഗവത്ഗീത. 18 അധ്യായങ്ങളിലായിട്ട് 1000 തത്വങ്ങളെ ഒരുമിച്ച് സംഗ്രഹിച്ച് പറഞ്ഞിരിക്കുന്നു. സൂചന പോലെ മറ്റൊരു ഉപനിഷത്ത് തന്നെയാണ് ശ്രീമദ് ഭഗവത്ഗീത. ഒരു ഭാഗവത സാരം ആണ്. ഭാഗവതത്തിലെ ഉദ്ധവോപദേശം, കപിലോപദേശം, നിമി നവയോഗി ഉപദേശങ്ങൾ, ഋഷഭ ഉപദേശങ്ങൾ, ഭരത രഘുഗണ ഉപദേശം, ഭരതൻ രഘുഗണന് കൊടുക്കുന്ന ഉപദേശം, ഇങ്ങനെ ഏറെക്കുറെ എല്ലാ ഉപദേശങ്ങളെയും ഒന്നിങ്ങനെ സംഗ്രഹിച്ചാൽ അത് ഭഗവത്ഗീതയായി. യാതൊരാൾക്കാണോ ഈ ഭഗവാനെക്കുറിച്ചും ഭഗവത് തത്വങ്ങളെക്കുറിച്ചും ശരിക്കും മനസ്സിലാകുന്നത് അവർക്ക് പിന്നീട് ഒരു ജന്മം വേണ്ടാത്ത രീതിയിൽ നമ്മെ ഭഗവാൻ അനുഗ്രഹിക്കും. ഭാഗവതം ഒരു ഭക്തി ഗ്രന്ഥമാണ്. ശ്രീമദ് ഭഗവത്ഗീത ഒരു കർമ്മമാർഗത്തെ ഉപദേശിക്കുന്നതായിട്ടുള്ള, കർമ്മമാർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് വൈരാഗ്യം നേടിയിട്ട് മുക്തി നേടൂ
എന്നുള്ള ഒരു സന്ദേശമാണ് ഇതിൽ നമുക്ക് കിട്ടുക. ഇത് എല്ലാവർക്കും കിട്ടുമാറാകട്ടെ. 18 അധ്യായങ്ങളുള്ള ഈ ഗീത അതിൻ്റെ മഹാത്മ്യത്തോട് കൂടിയിട്ട് ഒരു അധ്യായം മഹാത്മ്യമാണ്, അതേപോലെ ഗീതാധ്യാനവും ഇങ്ങനെ എഴുതിയത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അത് വേഗത്തിൽ തന്നെ പുസ്തകമായിട്ട് പുറത്തേക്ക് ഇറങ്ങുവാൻ എല്ലാ ഭക്തന്മാരും അനുഗ്രഹിക്കണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വടശ്ശേരി ഹരി നമ്പൂതിരി 9048039304 എൻ്റെ ഫോൺ നമ്പർ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. വാക്കുകൾ ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. എല്ലാ ഭക്തന്മാർക്കും വീണ്ടും വീണ്ടും നമസ്കാരം. ശ്രീ ഗുരുവായൂരപ്പാശനം. ദേവീദേവന്മാരെ ശരണം ഗുരുവായൂരപ്പ. അച്ഛ അമ്മേ ശരണം ഗുരുവായൂരപ്പ. നാരായണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.